ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ധ്യാൻസ് വേൾഡിലേക്ക് സ്വാഗതം. ഇത് പനീറാണ്. നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലോട്ട് പനീറിട്ട് എടുക്കുകയാണ്. പനീർ നമ്മൾ എടുക്കുന്നത് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മളിന്ന് പാലക് പനീറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളത്തോട്ടിട്ട് വെച്ചേക്കുവാണ്. ഇതാണ് നമ്മുടെ പാലക്ക്. പാലക്ക് നമ്മുടെ മറ്റേ നാടൻ ചുമന്ന ചീര പച്ചച്ചീരയില്ലേ, അതല്ല കേട്ടോ, അതല്ലാതെ കിട്ടും. പാലക്ക് എന്ന് പറയുന്നത് വേറൊരു ഇലയാണത്. നമ്മൾ പരിപ്പിൻ്റെ കൂടെ ഒക്കെ ഇട്ട് കറി വെക്കുന്ന ഒരു ഇലയാണ് പാലക്കെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് നല്ലതായിട്ട് ഒലച്ച് കഴുകിയെടുക്കണം. ഇതിനകത്ത് നല്ലതായിട്ട് മണ്ണുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒലച്ച് കഴുകിയെടുത്തിട്ട് നമ്മൾ ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ടതായിട്ട് നമുക്ക് 2 സവാള, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക്, ഇത്രയും നമുക്ക് ചെറുതായിട്ട് കുഞ്ഞു പൊടിയായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കാം കേട്ടോ. എല്ലാം സെപ്പറേറ്റ് നമ്മൾ മാറ്റി വെക്കണം. എന്നിട്ട് അടി കട്ടിയുള്ളൊരു പാത്രത്തിലോട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. എന്തിന് നമുക്ക് ഈ പാലക്ക് അതിലിട്ടൊന്ന് ഒരു കുറച്ച് നേരം ഒരു 5 സെക്കൻഡെങ്കിലും ഇട്ടൊന്ന് 10 സെക്കൻഡ് 5 സെക്കൻഡ് മാക്സിമം 10 സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഇട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊന്ന് ഇളക്കി വാരി എടുത്തിട്ട് നമ്മളൊരു ഐസ് വെള്ളത്തിലോട്ട് അതെടുത്ത് ഇടണം. അതായത് ഓവർ കുക്ക് ആവാൻ പാടില്ല. അതിനാണ് നമ്മൾ ഐസ് വാട്ടർ എടുക്കുന്നത്. ഐസ് വാട്ടർ ഇല്ലാത്തവർ നോർമൽ വാട്ടർ ആയാലും കുഴപ്പമില്ല. ഓവർ കുക്കായി പോവല്ലേ കേട്ടോ. ഓവർ കുക്കായാലും അതിൻ്റെ ഗുണമെല്ലാം പോകും. അപ്പോൾ അന്നേരം തന്നെ നമ്മളെടുത്തിട്ട് അതിനാണ് ഐസ് വാട്ടറിലോട്ട് ഇടുന്നത്. ഐസ് വാട്ടറിലോട്ട് ഇട്ടിട്ട് നമ്മളത് പാലക്ക് അരച്ചവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു ചീഞ്ചട്ടിയിൽ തന്നെ കുറച്ച് ബട്ടറും കുറച്ച് ഓയിലും. ഇപ്പോൾ ബട്ടർ വേണ്ടാത്തൊരു ബട്ടർ ഒഴിവാക്കുക. നമുക്ക് ബട്ടർ ഇഷ്ടമാണ്, ബട്ടറിൻ്റെ ടേസ്റ്റ് കേട്ടോ. അതാണ് നമ്മൾ ബട്ടർ യൂസ് ചെയ്യുന്നത്. ബട്ടർ കുറച്ചെടുത്തിട്ട് അത് ചൂടായതിന് ശേഷം അതിനകത്തോട്ട് ചെറിയ ജീരകം ഇട്ട് പൊട്ടിക്കുക. ചെറിയ ജീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് സോൾട്ടാക്കി എടുക്കുക. ഈ ബട്ടറിൻ്റെയാണ് ആ കളറ് വന്നത് കേട്ടോ. ആ ബട്ടറിന് ഒരു കളറുണ്ട്, വെജിറ്റബിൾ ബട്ടറാണത്. പിന്നെ അതിനകത്തോട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഒനിയൻ ഇടുക. ഒനിയൻ വിട്ടിട്ട് കുറച്ച് സാൾട്ട് വിട്ടിട്ട് വേണം നമ്മൾ നല്ലതായിട്ട് സോൾട്ട് ചെയ്തെടുക്കണം. നല്ല ബ്രൗണിഷ് കളറിൽ ഒനിയൻ വരണം കേട്ടോ. നല്ലതായിട്ട് നമ്മൾ ഏതൊരു കറി വെച്ചാലും ഒനിയൻ നല്ലതായിട്ട് ബ്രൗൺ കളർ ആവുകയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളത് കുറച്ച് സോൾട്ട് കൂടെ ഇട്ടിട്ട് പെട്ടെന്നത് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് നല്ലതായിട്ടൊന്ന് വഴറ്റി വരട്ടെ. അതുവരെ നമുക്കിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ നമ്മുടെ ഒനിയൻ അതിൻ്റെ ബ്രൗൺ കളറിലായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു ഗരം മസാല, കുറച്ച് ഗരം മസാല. പിന്നെ നമ്മൾ അതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയാണ്. ഇത് മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമ്മളിത് ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ കസ്തൂരി മേത്തി, ഇത് ഓപ്ഷണലാണ്. എങ്കിലും നമുക്കിടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ കസ്തൂരി മേത്തി ചേർക്കും. സോറി, ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടതായിരുന്നു, ഇതായിപ്പോയി കേട്ടോ. അത് കാണാൻ പറ്റിയില്ല. മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് അതിലോട്ട് കേട്ടോ. നല്ലതായിട്ട് ചേർത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് തക്കാളി ഇടുക. തക്കാളി ഇടുന്നതിന് മുമ്പ് നമ്മളൊരു ചെറിയ പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെക്കണേ. തക്കാളി ഇട്ട് നമ്മൾ നല്ലതായിട്ട് ഇളക്കണം കേട്ടോ. ഈ മസാലയെല്ലാം ഒരു 5 മിനിറ്റ് 10 മിനിറ്റെങ്കിലും ഇട്ടുന്ന ഇളക്കിയതിന് ശേഷം മസാലയുടെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് തല്ലിപ്പൊത്തി അടച്ച് വെച്ചിട്ട് തക്കാളി ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ തിളയ്ക്കാൻ വെച്ചിരുന്ന വെള്ളമെടുത്ത് അതിലോട്ട് ഒഴിച്ച് ഇളക്കിയെടുക്കുക. നല്ലതായിട്ട് നമുക്ക് എത്ര ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അതിൻ്റെ പകുതി വെള്ളം ഒഴിക്കുക. ഓൾറെഡി നമ്മൾ ചീരക്കകത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ചേർത്ത് വേണമെങ്കിൽ അരയ്ക്കാം. ചേർക്കാതെ അരയ്ക്കുവാണെങ്കിൽ നമുക്കിവിടെ വെള്ളം കൂട്ടി കൊടുക്കണം. ചേർത്ത് അരയ്ക്കുന്നെങ്കിൽ അതിനനുസരിച്ച് വേണം ഇവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കാനും. ഇതിങ്ങനെ നല്ലതായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പനീർ അതിലോട്ട് ഇടുക. ബട്ടർ ചെഞ്ഞിട്ടിലിട്ട കാരണം അതിൻ്റെ ഓർമ്മയില്ല അങ്ങ് ബട്ടർ എന്ന് പറഞ്ഞത്. നമ്മളതിലോട്ട് പനീർ ചേർത്ത് കൊടുക്കുക. പനീർ ചേർത്തതിന് ശേഷം ഒത്തിരി ഹാർഡായിട്ട് നമ്മളിത് ഇളക്കരുത്. നല്ല സോഫ്റ്റായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം നല്ല പനീർ പൊട്ടിക്കീറിപ്പോവും. കാരണം അത് സോഫ്റ്റായിരിക്കുമല്ലോ, ഓൾറെഡി നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് ഇതാക്കി വെച്ചേക്കുമല്ലേ. അത് നല്ലതായിട്ട് ഇങ്ങനെ തല്ലിപ്പൊത്തി വെക്കുക. അത് നല്ലതായിട്ട് ഇങ്ങനെ വെട്ടി തിളച്ച് വരും കേട്ടോ. വെള്ളം വരുന്ന സമയത്ത് നമ്മൾ പാലക്ക് അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക.
പാലക്ക് കുറച്ചുകൂടെ ചേർക്കാം കേട്ടോ, കുറച്ചുകൂടെ ചെറുതായിട്ട് ചേർത്താൽ നല്ല പച്ച കളർ വരും. നമുക്ക് പാലക്ക് ഒത്തിരി വേണ്ടാത്തതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ചേർത്തത്. എന്നിട്ട് ഇളക്കി നമ്മൾ ഈ ടൈമിൽ തന്നെ നമ്മൾ അതിൻ്റെ ഉപ്പ് എല്ലാം നോക്കണം കേട്ടോ. ഇതിനകത്ത് നമ്മളിനി ഒരു ചെറിയൊരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. അതൊരു പുളിക്ക് വേണ്ടിയിട്ടാണ്. അത് നല്ലതാണ് കേട്ടോ, അത് ചേർക്കാൻ നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനകം ലാസ്റ്റ് കുറച്ച് കാഷ്നട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനോട് അരച്ച് ചേർക്കാം, ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. കാഷ്നട്ട് അരച്ച് ചേർക്കാം. പിന്നെ ഒരു നുള്ള് പഞ്ചസാര ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ നാരങ്ങയും ഒഴിച്ചു എടുത്തിട്ടുണ്ട്. നമ്മുടെ പാലക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ കറിയാണ്. ചപ്പാത്തി, പൂരി, ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് ഗരം മസാലയും കുറച്ച് കസ്തൂരി മേത്തിയും കൂടെ ഒന്ന് ഇടുന്നുണ്ട് ലാസ്റ്റ് ഇറക്കാൻ നേരം കേട്ടോ. അത് ഓപ്ഷണലാണ്. ജസ്റ്റ് ഞാനൊന്ന് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നി, അതാണ് ഞാൻ അങ്ങനെ ഇട്ടത്. അപ്പോൾ എല്ലാവരും ഈ പാലക് പനീർ ഒന്ന് ട്രൈ ചെയ്തോണം. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് നല്ല ഹെൽത്തി ഫുഡാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.